ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ട് പോവാ അർജുൻ ഞാൻ പറയാം. അങ്ങനെ അർജുനോട് കാര്യം പറഞ്ഞു. സോറി സാർ, ഇറ്റ്സ് ഓക്കെ, എൻ്റെ പ്രശ്നമല്ല. നിറയെ അങ്ങനെ ആൾമാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടു, ഞാനങ്ങനെ ചെയ്യില്ല. അങ്ങനെ ആറാം പറഞ്ഞു നമുക്ക് ഓക്കെ, നമുക്ക് നാളെ മാരേജാണ്. ആറാം പറഞ്ഞു സാർ അതെ കൊറിയൻ സൈസ് മാരേജാണ്, ഇന്ത്യൻ സൈസ് മാരേജ് മാത്രമല്ല നടന്നത്. അങ്ങനെ ആറാം എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ കൊറിയൻ സൈസ് മാരേജ് നടന്നു. എല്ലാ ആർമീസിനോടും ഞാൻ നടന്ന കാര്യം പറഞ്ഞു. എല്ലാവരും ഒക്സെപ്റ്റ് ചെയ്തു. അതെ ആറമ്മക്ക് ഒരു ബേബി ഉണ്ടായിരുന്ന കാര്യം പറഞ്ഞായിരുന്നു, നടന്ന കാര്യം പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ കൊറിയൻ സൈസ് മാരേജ് നടന്നു. അതെ എന്ന് ചോദിച്ചാൽ എല്ലാ സഡൻ മാരേജ് കഴിഞ്ഞു. അങ്ങനെയായിട്ട് ബേബിനോട് ആറാമ്മയും ഡാഡി പറഞ്ഞു ബേബിനോട് ഞാൻ എടുത്തോണ്ട് പോവാം. അത് പ്രിയ പറഞ്ഞു വേണ്ട ആൻറ്റി, അതൊന്നും പ്രശ്നമില്ലടി. അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾ രണ്ടുപേരും തുണഞ്ഞടിക്കണം. അങ്ങനെ വരുന്ന ബേബിനെ എടുത്തോണ്ട് പോയി. അങ്ങനെ ബേബിനെ എടുത്തോണ്ട് പോയി. അങ്ങനെ ഒത്തിരി ഒരു മതിയാണ്. അതെ രണ്ടുപേർ തനിയാണുള്ളത്. ആരാൻ പറഞ്ഞു എവിടെ ഇരുന്നാ പേടിക്കണം. അങ്ങനെ ആറാം കുറച്ച് സംസാരിക്കാതെ നീ എൻ്റെ പേര് റിയാൻ. അതെ സർ, അത് സാറ് വിളിക്കില്ല, നഞ്ചുൻ എന്നെ വിളിച്ചോ. ശരി നഞ്ചുൻ. ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് ഓക്കെ ആറാം പറഞ്ഞു എനിക്കിന്ന് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ആറാം പറഞ്ഞു നീ എന്നെ ലവ് ചെയ്ത കാര്യം എനിക്കായിരുന്നു. ആറാം പറഞ്ഞു കേട്ടോ ഷോക്കായി. സർ അത് ഒന്നുമില്ല, കുറച്ച് ജോലി ഉണ്ടായിരുന്നു, ആ ജോലിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ടൈം വന്നത്. ഓക്കെ അങ്ങനെ ആറാം പറഞ്ഞു കുറച്ച് അങ്ങനെ രണ്ടുപേരും അപ്സെറ്റ്. ആറാം പറഞ്ഞു കൂടെ ലൈഫ് ടോളിരിക്കാൻ പറ്റുമോ. ആറാം പ്രപ്പോസ് ചെയ്തു. അതെ മാരേജ് പ്രപ്പോസ് ചെയ്തു, ലവ് പ്രപ്പോസ് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ രണ്ടുപേരെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. അതെ ഇപ്പോൾ നല്ല കെയറിങ് രണ്ടുപേരും ലവ് കപ്പിൾസ് ആണ് ഞാൻ സംസാരിക്കുന്നത്. ആറാം പറഞ്ഞാൽ തുടങ്ങി ഇപ്പോൾ ബേബിയുണ്ട്. അതെ ട്വിൻസാണ്, ബോയ് ബേബി, ഫസ്റ്റ് ബോയ് ബേബി, ഗേൾ ബേബി, ട്വിൻസ് ബേബിയാണ് നമുക്ക്. രണ്ട് ബേബി വിളിച്ച് ഇങ്ങനെ സ്കൂൾ കളിക്ക് വന്നു. മോം എന്താടാ, എന്താ മമ്മി, എൻ്റെ അനിയ സിസ്റ്റർ നോക്കിക്കോ. ശരി വാ ചക്കൻ. അങ്ങനെ ആറും ബേബിനെ ആറും രണ്ട് കുട്ടികളെ കെയറിങ് ആയിട്ട് നോക്കിയായിരുന്നു. ബേബി കിങ് എന്ന പേരിട്ടിരുന്നു. കിൻ അങ്ങനെ പേരിട്ട് കിങ്. എന്ത് പറ്റി മോം, ബേബിനെ നോക്കിയോ. അങ്ങനെ രണ്ട് ട്വിൻസ് ബേബിനെ കിങ് നന്നായിട്ട് നോക്കാൻ തുടങ്ങി, കെയറിങ് ആയിട്ട്. ഇപ്പോൾ അർജുൻ വന്നു. എന്ത് പറ്റിയിടാ. അങ്ങനെ മാരേജ് നിങ്ങൾ എല്ലാം കഴിഞ്ഞു. അതെ അങ്ങനെ അവർക്ക് ഒരാൾ മാരേജ് ആയിട്ട് ബേബി ഉണ്ട്. എന്താടാ റോസ് പറ എടി എൻ്റെ അനിയത്തിക്ക് മാരേജാണ്, നീ കണ്ടിട്ട് ഇന്ത്യക്ക് വന്നു. എന്ത് മാരേജാ. അതെ ശരി അങ്ങനെ ഇന്ത്യക്ക് വന്നു. അങ്ങനെ അച്ഛനും അമ്മയും ഒരു ടെൻഷനായിരുന്നു. ആറും പോയിട്ട് വീട്ടിലും പറഞ്ഞ് സമാധാനമാക്കി. ഇപ്പോൾ എല്ലാ ഫാമിലി ഹാപ്പിയാണുള്ളത്. അതെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് നോക്കുമ്പോൾ എല്ലാ പ്ലാനിങ് അവിടെ. അങ്ങനെ റോസിൻ്റെ അനിയത്തിക്ക് മാരേജാണ്. എല്ലാവരും വീട്ടിൽ വന്നു. അങ്ങനെ മാരേജ് നന്നായിട്ട് നടന്നു. അതെ വീട്ടിൽ ആരുമില്ല, കുറച്ചൊരു ഫാമിലിയിൽ മാരേജാണ്. ആറും വന്നായിരുന്നു. എല്ലാം ഷോക്കായി പോയി. അതെ റോസിൻ്റെ അനിയത്തിക്ക് സന്തോഷമായി. ആറാമിനോട് എന്നെ ഹാപ്പിയായി സംസാരിക്കാൻ തുടങ്ങി. ശരി സന്തോഷിക്കേണ്ട. അങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞ് റോസിൻ്റെ അനിയത്തീൻ്റെയോട് പറയാം. റോസ് ശരി അങ്ങനെ റോസിൻ്റെ അനിയത്തിക്ക് മാരേജും നടന്നു. ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അറമിനോട് പ്രിയൻ്റെ അമ്മ വിളിച്ചു. അറം എന്താ ആൻറ്റി. ഒന്നുമില്ലടാ, അത് ഒന്നുമില്ലപ്പാ, വീട്ടിലേക്ക് വന്ന് ശരിയോ ഞങ്ങൾ വരാം വീട്ടിലേക്ക്. അങ്ങനെ അറമിനോട് വീട്ടിലേക്ക്. അതെ ഒരു ഹോട്ടലിലുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ കറക്റ്റ് മാരേജിക്ക് ടൈമൊക്കെ വന്നത്. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുക. അതെ ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ ജസ്റ്റ് വീട്ടിലൊക്കെ വരുന്നത്. കുറച്ചായിട്ട് ടയർഡായിരുന്നു, മാരേജൊക്കെ ലേറ്റായിരുന്നു. ഞങ്ങൾ വന്നത് എത്രയാണ്, വീട്ടിൽ നിങ്ങൾ ഉറങ്ങായിരുന്നു, അതുകൊണ്ട് രാവിലെ വരാമെന്ന് വെച്ചു. ശരി ഓക്കെ. അങ്ങനെ മാരേജ് നന്നായിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിൽ ഹീറോയിനെ വെച്ചാൽ നമുക്ക് സന്തോഷമായി. നല്ല കെയറിങ് ആയിരുന്നു, സംസാരിക്കാൻ തുടങ്ങി. ശരിപ്പാ. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെയോട് അങ്കിൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് എല്ലാം ഉണ്ട് പറഞ്ഞിരുന്നു. അങ്കിൾക്ക് അങ്ങനെ ആറും ബിസിനസ് ഹെൽപ്പ് ചെയ്തിരുന്നു. ഹോട്ടലാണ്, ഒരു ഹോട്ടൽ റൺ ചെയ്തിരുന്നു. ഒരു ഹോട്ടൽ ഇവിടെ ഇന്ത്യയിലൊന്ന് കെട്ടി അത് റൺ ചെയ്യിക്കാണ്. എല്ലാവരും വന്നവരെല്ലാം ഐഡൽസ്മാർ വന്ന് ആറും പറഞ്ഞു അങ്കിൾ ഞാനിവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഹോട്ടലിൽ. എല്ലാവരും ഞങ്ങൾ കഴിഞ്ഞ ടൂറിസ്റ്റ് ഐഡൽസ് എല്ലാം നിറയെ പേര് വരും പറഞ്ഞാൽ ഈ പ്ലേസ് എല്ലാം സൂപ്പർ ഉണ്ട് അങ്കിൾ, അതുകൊണ്ടും
അങ്ങനെ പറഞ്ഞു. ഹീറോയിൻ്റെ അച്ഛനാണ് ഇവിടെ റൺ ചെയ്യുന്നത്. അതുമാത്രമല്ല എല്ലാവരും ഹാപ്പി ആയിരിക്കും തുടങ്ങി. അങ്ങനെയായിട്ട് ബേബി എല്ലാം പറയാൻ തുടങ്ങി, ഡാഡാ എന്താടാ ഡാഡാ. അങ്ങനെ ആറാം കോൾ വന്നു. സർ ഓക്കെ ആറാം പറയാം, എനിക്കൊരു ഷൂട്ടിംഗ് ഉണ്ട്, ഞാനും ബേബി കൂടെ ഷൂട്ടിംഗ് ആക്ഷൻ പോവാം. ആറാം പറഞ്ഞൊരു ഷോക്ക്. എന്ത് നിങ്ങൾ പറയുന്നത്? അതെ നമ്മൾ ഹസ്ബൻഡ് വൈഫ് കൂടെ ഷൂട്ടിംഗ് ഫാമിലീസ് വീഡിയോസ് അതൊന്നും ചെയ്യാമായിരുന്നു, അയാൾ പറഞ്ഞു. അത് കേട്ട് ആറാം പറഞ്ഞായിരുന്നു, ശരി ഓക്കെ. അങ്ങനെ ഫാമിലീസ് വീഡിയോസ്, ഇങ്ങനെ ഫാമിലി കപ്പിൾസ് വീഡിയോസ്, അങ്ങനെ ഒക്കെ രണ്ടുപേരൊക്കെ വീഡിയോസ്, നിറയെ ആൽബംസ് അതെല്ലാം ചെയ്യാൻ തുടങ്ങി. ഫേമസ് ആയിരുന്നു രണ്ടുപേരും. ഫേമസ് കപ്പിൾസ് നന്നായിട്ട് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക. ബേബിയും രണ്ടുപേരും അച്ഛനും മോനും നന്നായിട്ട് പാട്ട് പാടും. ഭയങ്കര പരിസരത്തിൽ ഭയങ്കര ആഡ് അങ്ങനെയെല്ലാം ഭയങ്കര ആഡ് ചെയ്യാം, നല്ല ഫേമസ് ആണ്. അതെ, ഇപ്പം നമുക്ക് അതെ അതെ ഹീറോൻ്റെ ഫസ്റ്റ് വൈഫ് അങ്ങനെ വന്ന് അതെ US-ലുണ്ടായിരുന്നു. ഒരു ഫേമസിന് കുറേ ന്യൂസെല്ലാം വന്നു. എങ്ങനെ ആറാമല് ചെയ്യാൻ അവരുടെ പിരിക്കാൻ. അവർക്ക് ഓൾറെഡി മാരേജ് ആൻഡ് ബേബി ഓൾറെഡി ഉണ്ടായിരുന്നു. ഹസ്ബൻഡോട് കുറച്ച് ബിസിനസ് ലോസ് ആയിരുന്നു. അതുകൊണ്ട് ഹസ്ബൻഡോട് പറഞ്ഞു, ഞാൻ ആറാമനെ പോയി കര ചെയ്ത് അവരുടെ പണം സ്വത്ത് എടുത്ത് നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ അവരോട് പറഞ്ഞിരുന്നു. അത് പ്ലാൻ ഇട്ടിട്ട് ആറാമിനെ കര ചെയ്യാൻ വരുന്നത് കാര്യം വരുന്നെന്ന് കാര്യം രണ്ടുപേരും സംസാരിക്കുമായിരുന്നു. ഒരാൾ കേട്ടു. ഓഹോ, അത് വീഡിയോ എടുത്തു. ശരി ഓക്കെ. ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഒരു ഫുള്ള് സംസാരിക്കാൻ ഫോളോ ചെയ്തു. ഇവിടെ ഒരാൾ വെച്ച് എല്ലാ ഡീറ്റെയിൽസ് അറിഞ്ഞു. അങ്ങനെയായിട്ട് പ്ലേസ് വരുന്നു, എപ്പോൾ വരുന്നു, രണ്ടുപേരും ഒക്കെ വരുന്നു. ആൾക്ക് ഡീറ്റെയിൽസ് അയച്ചു. അങ്ങനെ രണ്ടുപേരും ആളുണ്ടായിരുന്നു. ഒരാൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊറിയക്ക് വന്ന് വാതിൽ മുട്ടി. ആറും തുറന്നു. എന്താടാ പറ്റി സാർ? ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ വരുന്നു കാര്യം പറഞ്ഞു. അങ്ങനെ ആ വില്ലത്തിനെ പ്ലാൻ ചെയ്തത് അതും നടന്നില്ല. അത് ആ പെണ്ണിനെ ഓടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടുപേരെ ഹാപ്പി ആയിരുന്നു. ആ പെണ്ണിക്ക് ബിസിനസ്സിൽ ആ പെണ്ണിനെ അകത്തിട്ടു. ഓൾറെഡി ആ പെണ്ണ് കുറേ തെറ്റ് ചെയ്തിരുന്നു. ഹാപ്പി എൻഡിങ്. രണ്ടുപേരും ഹാപ്പി സന്തോഷം ഹാപ്പി.